ഇങ്ങോട്ട് പോരുന്ന ആ സമയം മുതൽ എനിക്ക് ഇവിടെ എത്തുന്നവരെ വളരെയധികം തടസ്സങ്ങളായിരുന്നു. ഞാൻ പോരുന്ന വഴിക്ക് എൻ്റെ ബസ് ആക്സിഡൻ്റായി. ഞാൻ ഓൾറെഡി തായ്ലൻഡിൽ എനിക്ക് ജൂണിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു അവരെന്നോട്. ആ പോരുന്ന വഴിക്ക് തന്നെ എൻ്റെ ജോബ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ മെഡിക്കലും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വളരെയധികം സങ്കടമായൊരു നിമിഷമാണത്. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് ശ്രമിക്കുന്നു, വയസ്സും ആയി തുടങ്ങി. അപ്പോൾ വളരെയധികം സങ്കടപ്പെടുത്തിയൊരു നിമിഷമായിരുന്നു. പക്ഷേ ഞാൻ വന്നു, ഉടമ്പടി എടുത്തു, എൻ്റെ ജോലിയുടെ ആവശ്യങ്ങൾ വെച്ചു, ഉടമ്പടി എടുത്ത് ഞാൻ പോയി. എൻ്റെ പേര് ജോണി എരുമമുണ്ട, നിലമ്പൂരിൽ നിന്നാണ് ഞാൻ വന്നത്. എൻ്റെ മകൻ ലിജിൻ. ഞാൻ 2022 ഡിസംബർ 4-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാനിവിടെ 2ാമത്തെ സാക്ഷ്യമാണ് ഇവിടെ കൃപാസന അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവന് ജോലിക്ക് വേണ്ടി 2021 മുതൽ വിദേശത്ത് പോകാൻ വേണ്ടി അപ്ലൈ ചെയ്തു. മെഡിക്കൽ കഴിയും, തള്ളിപ്പോവും. ഇങ്ങനെ 5 പ്രാവശ്യം ഇങ്ങനെ വന്നു. അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛനെ കാണണമെന്നുണ്ടെങ്കിൽ ഉടമ്പടിയിൽ വെച്ച ആൾ വേണം, മോന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഉടമ്പടി വെച്ചിട്ടില്ലേ, ആ ആൾ വേണം, ആ ആൾ ഉടമ്പടി എടുത്തതിന് ശേഷമേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ തിരിച്ചു പോയി. പിന്നെ ഞാൻ ഇവനെയും കൊണ്ട് വന്നു, ഉടമ്പടി എടുത്തു. കഴിഞ്ഞ മെയ് മാസം ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഇവനെ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി. ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞു. ഒരു വിദേശത്ത് ഉള്ള അപേക്ഷ കൊടുത്തു, ഒന്നും ശരിയായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പുതുക്കി കഴിഞ്ഞ് ഇവിടുന്ന് പോയതിന് ശേഷം ഇവന് തായ്ലൻഡിലേക്കൊരു വിസ വന്നു. അത് മെഡിക്കൽ വരെ കഴിഞ്ഞു. മെഡിക്കൽ കഴിഞ്ഞു, പോകാനൊക്കെ ആയി എന്ന് പറഞ്ഞു. 5-ാം തീയതി പോകാമെന്ന് പറഞ്ഞു. പക്ഷേ അത് തള്ളിപ്പോയി. അങ്ങനെ ഇരുന്ന് പിന്നെ അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഇന്തോനേഷ്യയിലേക്കൊരു വിസ വന്നു. അതിന് മെഡിക്കൽ കഴിഞ്ഞു, എല്ലാം ക്ലിയറായി. ആ കാര്യങ്ങൾ അവൻ പറഞ്ഞോളൂ. എൻ്റെ പേര് ലിജിൻ, ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി പ്രാർത്ഥന 2018 മുതൽ ചെല്ലുന്നുണ്ട്. പക്ഷേ അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, ഉടമ്പടി പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 2022 സമയമായപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഫുഡ് പോയ്സൺ വന്നു. അതിലൂടെയാണ് ഞാൻ ആക്ച്വലി ഉടമ്പടിയിലോട്ട് വരുന്നത്. ഫുഡ് പോയ്സൺ വന്നു, ഒരു ജൂൺ മാസത്തിലാണ് എനിക്ക് ഫുഡ് പോയ്സൺ വരുന്നത്. ഫുഡ് പോയ്സൺ വന്ന് എൻ്റെ റൂമിലുള്ള എല്ലാവർക്കും വന്നു. പക്ഷേ അതിന് ഇമ്പാക്റ്റ് 3-4 മാസമായിട്ടും എൻ്റെ ശരീരത്തിൽ നിന്ന് മാറുന്നില്ല. എനിക്ക് എപ്പോഴും വൊമിറ്റിങ്, വയറിന് ബുദ്ധിമുട്ട്, ബ്ലഡ് വരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ എനിക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പോൾ ഞാൻ ആദ്യമേ ഉടമ്പടി പ്രാർത്ഥന എന്നും ചൊല്ലുമായിരുന്നു. പക്ഷേ ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥനയിൽ നിന്നൊക്കെ കുറച്ച് വിട്ടുമാറി, പള്ളിയിൽ പോക്ക് കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് വളരെയധികം വിട്ടു നിന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ ഈ ഒരു വയ്യായിക വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ അത്രയും കാലം ചൊല്ലിക്കൊണ്ടിരുന്നതാണ്, ഒരു കൊല്ലത്തോളമായിട്ട് ഉടമ്പടി പ്രാർത്ഥന ഒന്നും ചെല്ലുന്നില്ല. പെട്ടെന്ന് എനിക്ക് ഉടമ്പടി എടുക്കണം എന്നൊരു തോന്നൽ വന്നു. ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചാലും എൻ്റെ മനസ്സിലോട്ട് ഒരു തോന്നൽ, ആരോ എന്നോട് ചോദിക്കുന്ന പോലെ, നീ എവിടുന്നോ ഒരു പൂജിച്ച ഭക്ഷണ സാധനം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിലോട്ട് എനിക്കത് തന്ന വ്യക്തിയുടെ ഒരു മുഖം ഓർമ്മിപ്പിച്ചു. അപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. എന്നാൽ ഞാനൊന്ന് പപ്പയോട് ഈ കാര്യം പറയണമെന്ന് വിചാരിച്ച് വീട്ടിലോട്ട് വിളിച്ച് കാര്യം പറയണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന അന്ന് വൈകിട്ട് എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു. അമ്മ അടുത്തുള്ള പള്ളിയിൽ പോയിട്ട് ആരാധന കൂടി വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ എന്തെങ്കിലും പൂജിച്ച ഭക്ഷണ സാധനം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ കഴിച്ചിട്ടുണ്ട്, ഞാനിത് ഇന്ന് വീട്ടിൽ പറയാൻ വേണ്ടി നിൽക്കുമായിരുന്നു, എനിക്ക് വേണ്ടി ആലപ്പുഴ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് ലീവ് കിട്ടുമ്പോൾ ഞാൻ പോയി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിരുന്നു അമ്മയോട്. അപ്പോൾ എൻ്റെ മുന്നിൽ ഇനി വേറെ ഓപ്ഷൻ, എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി, എനിക്ക് കൺഫേമായി. എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ എനിക്കത് കൺഫേമായി. അപ്പോൾ എൻ്റെ മുന്നിൽ ഇനി ഈശോയോട് മാപ്പ് പറഞ്ഞ് കുമ്പസാരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. അങ്ങനെ ഞാൻ കുമ്പസാരിച്ചു. എൻ്റെ ശരീരത്തിൽ നിന്ന് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകൾ എല്ലാം വിട്ടുമാറി. ഇന്നിപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ 4 വർഷത്തോളമായി ഞാൻ പുറത്തേക്ക് ജോലി നോക്കുന്നു. ഇവിടെ ഓൺലൈൻ ഉടമ്പടി ഞാൻ എടുത്തിരുന്നു. പക്ഷേ എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ ഇത് കറക്റ്റ് എങ്ങനെ ചെല്ലണ്ടേ എന്നൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ ഈ വയ്യായിക വന്നു കഴിഞ്ഞപ്പോൾ പപ്പ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ ഉടമ്പടി എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് പ്രവർത്തിക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ
പപ്പ എന്നോട് പറയായിരുന്നു, നിൻ്റെയാണ് ആവശ്യം, നീ വന്ന് ഉടമ്പടി എടുക്കണം, നീ വന്ന് ഉടമ്പടി എടുത്ത് നീ പ്രേക്ഷിത പ്രവർത്തനം ചെയ്താൽ മാത്രമേ നിൻ്റെ കാര്യം നടക്കുകയുള്ളൂ എന്ന് പറയും. അങ്ങനെ ഞാൻ മെയ് മാസം 25 ഉടമ്പടി എടുക്കാനായിട്ട് ഇങ്ങോട്ട് പോരുകയാണ്. ഇങ്ങോട്ട് പോരുന്ന ആ സമയം മുതൽ എനിക്ക് ഇവിടെ എത്തുന്നവരെ വളരെയധികം തടസ്സങ്ങളായിരുന്നു. ഞാൻ പോരുന്ന വഴിക്ക് എൻ്റെ ബസ് ആക്സിഡൻ്റായി. ഞാൻ ഓൾറെഡി തായ്ലൻഡിൽ എനിക്ക് ജൂണിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു അവരെന്നോട്. ആ പോരുന്ന വഴിക്ക് തന്നെ എൻ്റെ ജോബ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ മെഡിക്കലും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വളരെയധികം സങ്കടമായൊരു നിമിഷമാണത്. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് ശ്രമിക്കുന്നു, വയസ്സും ആയി തുടങ്ങി. അപ്പോൾ വളരെയധികം സങ്കടപ്പെടുത്തിയൊരു നിമിഷമായിരുന്നു. പക്ഷേ ഞാൻ വന്നു, ഉടമ്പടി എടുത്തു, എൻ്റെ ജോലിയുടെ ആവശ്യങ്ങൾ വെച്ചു, ഉടമ്പടി എടുത്ത് ഞാൻ പോയി. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഫീൽഡിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അവിടെ നിന്ന് ഞാൻ പോളണ്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഒരു ഡിസംബറിൽ ഇറങ്ങി, ജനുവരിയിൽ എനിക്ക് പോളണ്ട് പോകാം എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ജോലി വിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. 2 മാസം ഞാൻ വീട്ടിലിരുന്നു. അവസാനം ഞാൻ തിരിച്ച് ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ തായ്ലൻഡിലെ കാര്യങ്ങളൊക്കെ എനിക്ക് വന്നത്. അപ്പോൾ അതും ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്കത് നഷ്ടപ്പെട്ടു. അങ്ങനെ വന്നു, ഉടമ്പടി എടുത്തു, നിയോഗങ്ങൾ വെച്ച് ഞാൻ പോയി. അങ്ങനെ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഇന്തോനേഷ്യയിലോട്ടൊരു ജോബിൻ്റെ ഓഫർ വന്നു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഞാനാണ് ഇൻ്റർവ്യൂ നടത്തിയതെങ്കിൽ ഒരിക്കലും ഞാൻ ഇൻ്റർവ്യൂ വന്ന ആളെ സെലക്ട് ചെയ്യില്ല. അത്രയും മോശമായ രീതിയിലാണ്. കാരണം എനിക്ക് ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം വന്നിരുന്നു. പെട്ടെന്ന് പാനിക്കായി. ഇവർ ഇൻ്റർവ്യൂ പെട്ടെന്ന് പറഞ്ഞു, നൈറ്റ് 10 മണിക്ക് എന്നോട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പാനിക്കായി, ഒട്ടും പ്രിപ്പയർ അല്ലായിരുന്നു, എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ ആദ്യത്തെ ഇൻ്റർവ്യൂ ഞാൻ സെലക്റ്റായി. സെക്കൻഡ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ നാക്കിൽ ഉടമ്പടി ഉപ്പും അതേപോലെ തൈലവും വെച്ച് കുരിശ് വരച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയത്. എൻ്റെ നാക്കിനെ അമ്മ കൺട്രോൾ ചെയ്തോളണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറുന്നത്. ദൈവം സഹായിച്ച് അന്ന് അറ്റൻഡ് ചെയ്തതിൽ 10-15 പേരോളം അറ്റൻഡ് ചെയ്തിരുന്നു. അതിൽ 2 പേര് സെലക്റ്റായി. അതിലൊരാൾ ഞാനാണ്. അങ്ങനെ 3ാമത്തെ റൗണ്ടും 2ാമത്തെ റൗണ്ടും കഴിഞ്ഞ് 3ാമത്തെ റൗണ്ടും ഞാൻ ഇൻ്റർവ്യൂ സെലക്റ്റായി. അപ്പോൾ കഴിഞ്ഞ മാസം എനിക്ക് ആക്ച്വലി 15-ൻ്റെ ഉള്ളിൽ എനിക്ക് വിസ വരേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ 15-ാം തീയതി ആയപ്പോഴത്തേനും ജോബ് റിസൈൻ ചെയ്ത് വീട്ടിലോട്ട് വന്നു. അവരെന്നോട് പറഞ്ഞിരുന്നു എത്രയും പെട്ടെന്നായിരിക്കും റിക്രൂട്ട്മെൻറ്റ്, അപ്പോൾ പ്രിപ്പയറായി നിൽക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് വീട്ടിലോട്ട് വന്നു. 10-15 ദിവസത്തോളം ഞാൻ വീട്ടിലിരുന്നു. 30-ാം തീയതി ആയി, ജോബ് വിസ വന്നില്ല. അപ്പോൾ ഞാൻ മാനസികമായിട്ട് തളർന്നിരുന്നു. പക്ഷേ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്തായി എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഞാൻ എല്ലാവർക്കും ഒരു ഉറപ്പ് പറഞ്ഞിരുന്നു, ലേറ്റ് ആയാലും ഞാൻ ഇപ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ പോകുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ 1-ാം തീയതി രാവിലെ തിരിച്ച് ബാംഗ്ലൂർക്ക് ജോലിക്ക് കയറാമെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ പള്ളിയിലെ സിസ്റ്റർ എന്നെ രാവിലെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ എന്താ ഏടാന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്ററെ ഒന്നും ആയില്ല, ഇതുവരെ ഒന്നും വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോകാനായിട്ട് ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തു. ഇറങ്ങാൻ നിന്നപ്പോൾ എനിക്കൊരു തോന്നൽ, ഒന്നുകൂടി ഞാൻ വിളിച്ച് ചോദിച്ചേക്കാം. ഞാൻ വിളിച്ചു. എൻ്റെ വിസ 25-ാം തീയതി റെഡി ആയിരിക്കുമായിരുന്നു. അവിടുത്തെ HR-ന് പനിയായിട്ട് എനിക്ക് അയക്കാൻ പറ്റിയില്ല. അങ്ങനെ 4 വർഷം ഞാൻ കാത്തിരുന്നിട്ട് ഈ 14-ാം തീയതി ഞാൻ പോവുകയാണ്. അതിലെൻ്റെ ടിക്കറ്റാണ് ഈ കാണുന്നത്. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അമ്മ മാതാവ് എനിക്ക് തന്ന ടിക്കറ്റാണിത്. അതും ഇന്ത്യയിലെ എൻ്റെ ഫീൽഡിൽ ഏറ്റവും വലിയ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നുകൊണ്ടിരുന്ന എന്നെ വേൾഡിലെ ഏറ്റവും വലിയൊരു കമ്പനിയിലോട്ടാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത് മാതാവ്. അമ്മ മാതാവ് തന്ന ഈശോയും തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം 1 കോടി നന്ദി. പിന്നെ ഞങ്ങൾ 26-ാം തീയതി ജയമാലയ്ക്ക് കുടുംബസമേതം പങ്കെടുത്തു. മോന് പോരാൻ പറ്റില്ല, അവന് പനിയായതുകൊണ്ട് ഭാര്യയും മകളും ഞാനും കുടുംബസമേതം പങ്കെടുത്തു. പിന്നെ കാരുണ്യപ്രവൃത്തി പറഞ്ഞാൽ ഞങ്ങളെ അടുത്തുള്ളൊരു അഭയഭവനുണ്ട്, സിസ്റ്റേഴ്സ് നടത്തണേ. അവർക്ക് ഭക്ഷണം കൊടുക്കും, ഇടയ്ക്ക് അവിടെ പോവും, അവർ സംസാരിക്കും, വർത്താനം പറയും. അതുപോലെ വിശുദ്ധ ബലിക്ക് ഞായറാഴ്ച മുടക്കാറില്ല. വിശുദ്ധ ബലി ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഞായറാഴ്ച എന്നും പോകും. എല്ലാ ദിവസവും എനിക്ക് പോകാൻ പറ്റില്ല, ഞാനൊരു വണ്ടി ഡ്രൈവറാണ്, സ്കൂൾ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് രാവിലെ പോകാൻ പറ്റില്ല. പിന്നെ പത്രം ഞാൻ എല്ലാവർക്കും, ജാതിപത മേധാവിന് എല്ലാവർക്കും കാര്യമായിട്ട് പത്രം മേടിച്ചാൽ ഞാൻ ഹിന്ദുക്കൾ ഒക്കെയാണ് കൊടുക്കാറ്. അങ്ങനെ അങ്ങാടിയിൽ ടൗണിലെ എല്ലാവർക്കും കൊടുക്കും.
പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് കൊടുക്കും. കുമ്പസാരിക്കാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ ചിലപ്പോൾ പറ്റും, ചിലപ്പോൾ ഒരു 3 ആഴ്ചയൊക്കെ പിടിക്കും, ചിലപ്പോൾ അങ്ങനെ കുമ്പസാരിക്കും. പിന്നെ പള്ളിയിൽ സജീവമായിട്ട് പള്ളിയിലെ കാര്യങ്ങളിൽ വ്യാപൃതനാണ്. പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്നു.